അപ്പോൾ നാളെയാണ് പൊങ്കൽ. അപ്പോൾ എല്ലാം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചത്. ഓൾറെഡി പഴവും അരിയും എല്ലാം വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മ വീടെല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നു. അമ്മ കാണിച്ചത് പോയി ഫിനിഷിങ് ആയില്ല ഗൈസ്. ഇതെന്തരമ്മ രണ്ടുപേര് സ്ക്വിഡ് ഗെയിമാ? ഇതെന്താ രണ്ടെണ്ണം? ഇതാരാ? എന്തോ എന്തോ രണ്ടെണ്ണം 4 എണ്ണം. ഞാനും അച്ഛനും അമ്മയും അച്ഛനും. ഇല്ല പൊങ്കൽപ്പാനി. ഓ തലകുത്തനായിരുന്നല്ലേ? അവിടെ നിന്ന് നോക്കണമല്ലേ? ഓക്കെ ഞാൻ വ്ളോഗ് എടുക്കാണ് കേട്ടോ. എടുത്ത് രാത്രി കുളിച്ചിട്ട് കണ്ട കോലം ഇടുന്നു. ഇനി രാവിലെ എനിക്ക് ഇങ്ങനെ ഇടല്ലേ അമ്മ? തീന്നാ? ഓ ഇനി നടുക്ക് കലം വെക്കണം. അടുത്ത ദിവസം രാവിലെ ഞാൻ പോയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അപ്പോൾ നേരത്തെ തന്നെ അമ്മ പൊങ്കലിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിയെല്ലാം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസും അതേപോലെ വിളക്കും എല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കാഴ്ചയായിരുന്നു രാവിലെ തന്നെ കണ്ടത്. അപ്പോൾ വെള്ളമെല്ലാം തിളച്ച് അങ്ങനെ അമ്മ അരി കഴുകി ഇടുകയാണ് കേട്ടോ അടുപ്പിൽ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ പൊങ്കൽ ഇടും. ഒന്നീ ഞാനോ അമ്മയോ അച്ഛോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അമ്മയാണ് മെയിൻ ചാർജ്. നമുക്ക് ഉറക്കമായിരുന്നു. ഞാൻ പോയപ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ എനിക്ക് കുളിച്ചിട്ട് നമ്മളും പൊങ്കാലയിടാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഈ മഞ്ഞളൊക്കെ വീട്ടിൽ നിന്ന് പിഴുതെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. സൂര്യൻ വരുമ്പോൾ അതിൻ്റെ കൂടെ പൊങ്കലും വരണം എന്നാണ്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അമ്മ ഇന്നലെ രാത്രി ഇട്ട് വെച്ചിരുന്നില്ലേ സ്ക്വിഡ് ഗെയിമിൻ്റെ ആൾക്കാരും എല്ലാം ആ മഴയത്ത് ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചെല്ലാം പോയി. അപ്പോൾ പാവം അമ്മ രാവിലെ എനിക്ക് ഒന്നേന്ന് വീണ്ടും എല്ലാം സെറ്റാക്കി കോലവും വരച്ചിട്ടാണ് പൊങ്കാലയിടുന്നത്. അങ്ങനെ ഇത് ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാനും അമ്മയും. എനിക്ക് കുറേ വേടാ, എനിക്കും അമ്മയ്ക്കും അങ്ങനെ അറിഞ്ഞൂടാ, പക്ഷേ ഇടണം എന്നാണ് തിളച്ച് കളയുമ്പം. പക്ഷേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനും അമ്മയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പൊങ്കൽ തിളച്ച് കളയുന്ന കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് വീഴുന്നില്ല. കളയാറായി വന്നിട്ട് അവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നോക്കി നിന്നു, പക്ഷേ ഒരു രക്ഷയും ഇല്ലായിരുന്നു, വന്നില്ല കേട്ടോ. അവിടെ തന്നെ സ്റ്റക്കായി നിന്നിട്ട് തിരിച്ചു പോയി. പാത്രം തിളച്ച് കളഞ്ഞില്ല ഗൈസ്, തിരിച്ചങ്ങനെ പോയി. പിന്നെ ബാക്കി വീഡിയോ എടുത്തില്ല കേട്ടോ. അതിനുശേഷം പോയി നോക്കിയപ്പോഴത്തേക്കും പായസം എല്ലാം സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം. അങ്ങനെ അതൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ.